കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ നമ്മൾ പണ്ട് കളിയാക്കി വിളിക്കുന്ന പേരായിരുന്നു മുറിവേറ്റ കൊമ്പനെന്ന്. അതിൻ്റെ കാരണം നിരന്തരം വരുന്ന പരിക്കുകൾ തന്നെയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്നേഹിക്കുന്ന സമയത്തും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ ശോചനീയ അവസ്ഥ കൊണ്ട് ആർട്ടിഫിഷ്യൽ ടർഫിൽ കളിക്കുമ്പം ലിഗമെൻറ്റിന് ഫെയിലിയർ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികതയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അന്ന് തൊട്ട് ഇന്ന് വരെ എന്നും പരിക്കുകൾ തന്നെയാണ് വെല്ലുവിളി. അതുകൊണ്ട് അന്നേ തന്നെ വീണ് കിട്ടിയൊരു പേരായിരുന്നു മുറിവേറ്റ കൊമ്പനെന്ന്. ഹോസ്പിറ്റലിൽ നിന്നും ആംബുലൻസിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത ബെഡ് റിഡനായ മുറിവേറ്റ കൊമ്പൻ, അതായിരുന്നു ട്രോൾ മീം. ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൽ അത്യാവശ്യം ചില പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പുറത്തേക്ക് വിടുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളിൽ 2 പേർക്ക് നേരിയ പരിക്കുകളുണ്ട്. മാത്യാസ് ഫെർണാണ്ടസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ദിവസം മുമ്പ് നടന്ന പരിശീലനത്തിനിടയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കാലിന് ചെറിയൊരു നോക്ക് സംഭവിച്ചതായിട്ടും ചെറിയൊരു തട്ടിൽ സംഭവിച്ചതായിട്ടും അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ സ്വന്തമാക്കിയ ഏറ്റവും സ്റ്റാർ പ്ലെയർ ആയിട്ടുള്ള ബാർത്തേമിയോൻ്റെ കാര്യത്തിലും വിക്ടർ ബാർത്തേമിൻ്റെ കാര്യത്തിലും ആശങ്കപ്പെടേണ്ടതുണ്ട്. ബാർത്തേമിൻ്റെ കാര്യത്തിൽ ചെറിയൊരു മസിൽ ക്രാമ്പേ ഉള്ളൂ, അതൊക്കെ വേഗം റിക്കവറായി വരും. വേറെ പ്രശ്നമൊന്നുമില്ല. 2 താരങ്ങൾക്ക് നേരിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള 2 കൺസേൺസ് ഉണ്ട്. ഒന്ന് ബാർത്തേമിയുവിൻ്റെ മസിൽ ക്രാമ്പ്, പിന്നീട് മാത്യു ഹെർണാണ്ടസിൻ്റെ നോക്ക്. ഇത് രണ്ടുമാണ് വിദേശ താരങ്ങളിൽ ഡിറ്റക്റ്റ് ചെയ്തിരിക്കുന്ന പരിക്കിൻ്റെ ലക്ഷണങ്ങൾ. വേറെ ഒന്നും പറയാനില്ല.